عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. സൂറത്ത് ആലി ഇമ്രാനിലെ 101 ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكيف تكفرون وأنتم تتلى عليكم آيات الله وفيكم رسوله ومن يعتصم بالله فقد هدي إلى صراط مستقيم. ഈ കാഫിറുകളായ സത്യനിഷേധികളുടെ കാര്യം ഖുർആൻ കൈകാര്യം ചെയ്തു. മുമ്പുള്ള സൂറത്തുകൾ ആയത്തുകളിലൂടെ അത് പറഞ്ഞു. സത്യനിഷേധികളെ പോലെയല്ല സത്യവിശ്വാസികളായി ജീവിച്ച വേദക്കാരിൽപ്പെട്ട ക്രിസ്ത്യാനികൾ. അവരെ സത്യക്രിസ്ത്യാനികൾ എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആ ഒരു വാക്ക് ഉപയോഗിക്കുകയാണ്, സത്യക്രിസ്ത്യാനികൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വേദം പഠിപ്പിക്കുന്ന, ഇഞ്ചീൽ പഠിപ്പിക്കുന്ന, അതുപോലെ ജൂതന്മാരിൽപ്പെട്ട നല്ല മനുഷ്യന്മാരുണ്ട്. ജൂതന്മാരായി ജീവിക്കുകയും ഏകദൈവ വിശ്വാസികളായ, അള്ളാഹുവിൽ വിശ്വസിച്ച, അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്ന ജൂതന്മാരങ്ങനെയാണ്, തൗഹീദിൻ്റെ ആൾക്കാരാണ്. അത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ തൗഹീദിൻ്റെ വക്താക്കളും പ്രയോക്താക്കളുമായിട്ടുള്ള ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരോട് ചോദിക്കുക, നിങ്ങൾ ഈ വേദം ഓതിക്കേൾപ്പിച്ച് കൊണ്ടിരിക്കുക, വകൈഫ തക്ഫുറൂന വഅൻതും തുത്ല അലൈക്കും, നിങ്ങൾ എങ്ങനെയാണ് ഇത് നിഷേധികളാവുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഇത് നിഷേധിക്കുന്നത്? ഖുർആൻ എങ്ങനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? അള്ളാഹുവിൻ്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഇതെങ്ങനെ നിങ്ങൾ നിഷേധിക്കുന്നു? ആയാത്തുല്ലാഹി വഫീക്കും റസൂൽ, അത് റസൂല് നിങ്ങളുടെ മുമ്പിലുണ്ട്, നിങ്ങൾക്കിടയിൽ ഇപ്പോൾ റസൂല് മുമ്പിലുണ്ട്, മുഹമ്മദ് റസൂലുള്ള ഉണ്ട്, എന്നിട്ട് നിങ്ങൾ എന്താണ് അങ്ങനെ ചെയ്യാത്തത്? നിങ്ങൾ എങ്ങനെയാണ് നിഷേധികളാവുന്നത്? ومن يعتصم بالله فقد هدي إلى صراط مستقيم. ശരിയായ വഴിയിലേക്ക്, സത്യത്തിൻ്റെ പാതയിലേക്ക് ഹിദായത്ത് നിങ്ങൾക്ക് കിട്ടുട്ടോ. അവരോടാണ് പറയണത്, നിങ്ങൾ ഇത് അള്ളാഹുവെ നിങ്ങൾ മുറുകെ പിടിക്കുന്നോ, ആരാണോ അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നത് അവർക്ക് അള്ളാഹു ഹിദായത്തിൻ്റെ വഴി തുറന്നു കൊടുക്കും എന്ന് തന്നെ. അത് ക്രിസ്ത്യാനി ആയാലും ജൂതനായാലും ലോകത്തെ ഏത് രാജ്യത്തെ ഏത് കാലഘട്ടത്തിൽ ഏത് മനുഷ്യനായാലും അതെല്ലാവർക്കും ബാധകമാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, വെള്ളിയാഴ്ച ജുമഅക്ക് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആയത്തായിരിക്കാം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നേരത്തെ ക്രിസ്ത്യാനികളെ വിളിച്ചിട്ടുള്ളത്, നേരത്തെ കാഫിറുകളെ പറഞ്ഞു, അതുപോലെ തന്നെ ജൂതന്മാരെ പറഞ്ഞു, അഹ്ലുൽ കിതാബിനെ പറഞ്ഞു. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സത്യവിശ്വാസികളോട്, നമ്മളോട്, അഹ്ലുകാരോട്, അള്ളാഹനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരോട്, മുഹമ്മദ് റസൂലുള്ളാഹി റസൂലായിട്ട് അംഗീകരിച്ച എന്നോടും നിങ്ങളോട് പറയണത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, അള്ളാഹനെ സൂക്ഷിച്ചോളൂ, ജീവിതം സൂക്ഷ്മതയോടെ ജീവിച്ചോളൂ, അള്ളാഹിൻ്റെ ദൈവിക നിർദ്ദേശങ്ങൾക്ക് വഴിപ്പെട്ട് ജീവിച്ചോളൂ. ഹഖ്ക തുഖാതി, ആ വാക്ക് വളരെ പ്രധാനമാണ്. ഹഖ്ക, ഏറ്റവും, എങ്ങനെയാണോ നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് അള്ളാഹിൻ്റെ മണ്ണ്, അള്ളാഹിൻ്റെ വിണ്ണ്, അള്ളാഹിൻ്റെ വായു, എല്ലാ അനുഗ്രഹങ്ങളിലും നിങ്ങൾ ജീവിക്കുമ്പോൾ എങ്ങനെയാവണം അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിതത്തെ മുഴുവൻ ജീവിതമാസകലം അള്ളാഹുവിന് സമർപ്പിത ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടത്, എങ്ങനെ നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നത്, അങ്ങനെ നിങ്ങൾ ജീവിക്കണം. അങ്ങനെയാ സൂക്ഷ്മത പാലിക്കേണ്ടത്. തഖ്വ ഉണ്ടാകാറിന് പേടിക്കുക എന്നല്ല, പണ്ടാരോ പറഞ്ഞില്ല പഠിച്ചവനെ പേടിച്ച് പള്ളി പോകില്ല. അപ്പോൾ അങ്ങനെയുള്ള പേടിയല്ല, നിരർത്ഥകമായ പേടിയല്ല. ജീവിതത്തെ പൂർണ്ണമായും, ജീവിതത്തിൻ്റെ ഓരോ രംഗത്തും, സാമ്പത്തിക രംഗം, കുടുംബരംഗം, ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്നത് തഖ്വയോടെ. തഖ്വയെ പറ്റി ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സൂക്ഷ്മതയോടെ ഓരോ സ്റ്റെപ്പ് വെക്കുന്നത്. വിജനമായ കാട്, ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരണം കൊടുക്കുകയാണ്.
വിജനമായ കാട്ടിൽ, ഇരുട്ടുള്ള കാട്ടിൽ, ഒരു വിജനമായ വന്യജീവികളുള്ള കാട്ടിലൂടെ ഒരു ശബ്ദവുമില്ലാതെ ഇങ്ങനെ രാത്രി ഒറ്റയ്ക്കൊരു ഒരു മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം പോലും ഇല്ലാതെ ഇങ്ങനെ നടക്കുമ്പോൾ ഓരോ കാലും സ്റ്റെപ്പ് വെക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കും അല്ലേ, എവിടെയാണ് വെക്കുന്നത്, പാമ്പുണ്ടോ, ഏതെങ്കിലും ജീവി വരുമോ, പേടിച്ചിട്ട് വെക്കുന്ന പോലെ സൂക്ഷ്മതയുടെ അങ്ങേ അറ്റത്തെ ജീവിതമാകണം തഖ്വ. ആ തഖ്വ ഹഖ തുഖാത്തിയാവണം. ഏറ്റവും ബാധ്യതപ്പെട്ട പോലെയാണ് നിങ്ങൾ വെറുതെയുള്ള ഒരു അനാവശ്യം. ചില തഖ്വ പള്ളിയിലാണ്, ചിലരുടെ തഖ്വ പള്ളിയിലോ എന്തോ ഒരു തഖ്വയാ. വസ്ത്രമൊക്കെ കണ്ടാൽ അല്ലേ, എന്ത് നല്ല വസ്ത്രം, വെള്ള വസ്ത്രം, ഓ മാഷാ അല്ലാ, അതൊന്നും വേണ്ടാന്നല്ല. കയ്യിലെപ്പോഴും തസ്ബീഹമാല, ചെയ്യുന്നതപ്പുറത്ത് ഗീബത്തും നമീമത്തുമാണ് അല്ലേ. വികലമായ ദീനും കൊണ്ട് നടക്കല്ല, സത്യദീനിൻ്റെ വാഹകരായിട്ട് മാറുക. അതാ പറയുന്ന ഖുർആൻ, വലാ തമൂതുന്ന. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വലാ തമൂതുന്ന. മൗത്തുണ്ടല്ലോ, ഡെത്ത്. ഞാൻ നിങ്ങളും ഡേറ്റ് ഫിക്സ് ചെയ്തവരാണ്. നമ്മളൊക്കെ തലൻ്റെ മേലെ അള്ളാഹ് എഴുതി വെച്ചത്, ഇന്ന ദിവസം ഇന്ന നാട്ടിൽ ഇന്ന സ്ഥലത്ത് ഇന്ന റൂമിൽ ഇന്ന സ്ഥലത്ത് മരിക്കാൻ അല്ലേ. അങ്ങനെ മരിക്കാൻ അള്ളാഹ് തീരുമാനിച്ചവരാണ് നമ്മൾ. അത് നമുക്ക് ജനനം അത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറഞ്ഞ സാധനമുണ്ട്, നമ്മളെല്ലാവർക്കും ഓർമ്മ. ഇപ്പം നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ്, മാസം, തീയതി, ചിലർക്ക് സമയവും വരെ ഓർമ്മ ഉണ്ടാവും, ദിവസവും സമയവും, ഏത് സമയം ഏത് ഹോസ്പിറ്റൽ അല്ലേ. അതുപോലെ ഡേറ്റ് ഓഫ് ഡെത്ത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. ഡേറ്റ് ഓഫ് ഡെത്ത്, അങ്ങനെ ഒരു ദിവസം കൂടെ ഉണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ആഘോഷിക്കും, ഡേറ്റ് ഓഫ് ഡെത്ത് ആഘോഷിക്കപ്പെടണം പ്രിയമുള്ളവരെ, ആഘോഷിക്കപ്പെടണം. എങ്ങനെയാ? നമ്മുടെ മരണം നമുക്ക് ആഘോഷമാകണം. അള്ളാഹുവിലേക്ക് ചേരാനുള്ള ജീവിതത്തിൽ ഇത്രയും കാലം ഞാൻ അള്ളാഹുവേ നിൻ്റെ മുമ്പിൽ സുജൂദിൽ വീണില്ലേ, ജീവിതത്തിൽ പല കാര്യങ്ങളിലും ഇഷ്ടമായിരുന്നിട്ടും ഞാൻ വേണ്ടെന്ന് വെച്ചിട്ട് ഒരുപാട് ത്യാഗം ചെയ്തില്ലേ റബ്ബേ. അള്ളാഹുവേ നിന്നിലേക്ക് ഞങ്ങളിതാ വരുന്നു അല്ലേ. ഇങ്ങനെ സ്നേഹത്തോടെ പണ്ടൊരു അറബ് കവി പാടിയിട്ടുണ്ട്, നമ്മൾ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ആശുപത്രിയിൽ പോയാൽ കാണാം ഓരോ കുട്ടിയുടെയും കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ചുരുട്ടി പിടിച്ചിട്ടുണ്ടോ, ഈ ദുനിയാവ് മുഴുവൻ സ്വന്തമാക്കണം അല്ലേ. ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന കുഞ്ഞിൻ്റെ ആഗ്രഹം പറയാം, അത് കാവ്യാത്മകമായിട്ട് പറയാം. പക്ഷേ അവസാനിച്ച് പിരിഞ്ഞു പോകുമ്പോൾ കൈ ഇങ്ങനെ ഓരോ മനുഷ്യൻ്റെയും കൈ ഇങ്ങനെ വിടർന്ന് കിടക്കുന്നത് കാണാം. വിട്ടു, എല്ലാം പോയി, ജീവിതത്തിൽ എന്തൊക്കെ വലിയ ആഗ്രഹമായിരുന്നു, അത് നേടണം ഇത് നേടണം, അതൊക്കെ സമ്പാദിക്കണം, അതുണ്ടാക്കണം ഇതുണ്ടാക്കണം, എല്ലാം പോയില്ലേ. അങ്ങനെ എല്ലാം വിട്ടുപോകാം, അത് ഒരു റൂഹ് എടുക്കുന്നതോടുകൂടി കഴിഞ്ഞ്. പക്ഷേ ഞാനും നിങ്ങൾ പ്രിയമുള്ളവരെ മുസ്ലിമായി കൊണ്ട് മരിക്കണം. അപ്പോൾ ഈ മുസ്ലിം എന്നുള്ള സംഭവം അത് നമ്മളെ റേഞ്ച് പോലെയാണ്. മൊബൈലിൻ്റെ റേഞ്ച് കാണൂലേ, നമ്മൾ വൈഫൈയുടെ റേഞ്ച് കാണൂലേ, മൊബൈലിൻ്റെ റേഞ്ച് പോലെ അതിങ്ങനെ കൂടിയും കുറഞ്ഞു നിൽക്കും, അത് കൂടിയും കുറഞ്ഞു നിൽക്കും. ഈ ഇസ്ലാം എന്നുള്ള തഖ്വയുടെ മാനദണ്ഡം, ഈ തഖ്വയുടെ അനുസരിച്ചാണ് ഇസ്ലാം നമുക്കുണ്ടാവുക. നമ്മളെപ്പോഴും പൂർണ്ണ മുസ്ലിം ആവണില്ല. പൂർണ്ണ മുസ്ലിമായിട്ട് നമ്മളിപ്പം ചിലരില്ലേ രാവിലെ മുസ്ലിമാകും, ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് വൈകുന്നേരം വീണ്ടും കാഫിറാകും എന്ന് വെച്ചാൽ രാവിലെ ഭയങ്കര ഹൈ സ്പിരിറ്റിൽ ഇപ്പോൾ ഒരു വയലൊക്കെ കിട്ടും, ഇപ്പോൾ ഈ ഖുറാൻ ക്ലാസ് ഒക്കെ കിട്ടും, ഞാനും നിങ്ങളും നല്ല രീതിയിൽ അൽഹംദുലില്ലാ മാഷാ അല്ലാ ഇനി മുതൽ ഞാൻ മുസ്ലിം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങും. അങ്ങാടിയിലെത്തുമ്പോൾ പിന്നെ വേറെ ഗ്യാങ്ങിൻ്റെ കൂടെ പോയിട്ട് പിന്നെ വേറെ പരിപാടിയാണ്. പിന്നെ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത അള്ളാഹിൻ്റെ വഴി നിന്നൊക്കെ മാറി പിന്നെ വേറൊരു ലോകത്തേക്ക് പോവാണ്, പിശാചിൻ്റെ ആളുകളുടെ കൂടെ. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈമാനിനെ നിലനിർത്താൻ അള്ളാഹിൻ്റെ ദിക്റിലും അള്ളാഹു അതിന് ഞങ്ങൾക്കൊക്കെ തൗഫീഖ് ചെയ്യണേ അള്ളാഹ്. പൂർണ്ണമായ എല്ലാ സമയവും അതിൻ്റെ ഹൈ റേഞ്ചിൽ, ഏറ്റവും ടോപ്പ് റേഞ്ചിൽ അതിനെ നിലനിർത്താൻ ഈമാൻ അങ്ങനെ തന്നെ മരിക്കണം. ആ അവസ്ഥയിൽ നമ്മൾ മരിക്കണം. അതാ പറയുന്നത് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇനി മുഅ്മിനീങ്ങളോട് പറയുന്ന കാര്യങ്ങൾ ഇതുവരെ അഹ്ലുൽ കിതാബിനോട് പറയണമായിരുന്നു, ഇനി നമ്മളോട് പറയാം. നമ്മളോട് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും. ഇത് കേൾക്കണമെങ്കിൽ എനിക്കറിയാം കേരളത്തിലെ വ്യത്യസ്തങ്ങളായ മത സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ, വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്താഗതിയിലും വ്യത്യസ്തമായ സംഘ സംവിധാനങ്ങളുടെ കീഴിലും കൊടിപിടിക്കുന്നവരാ പലരും കേൾക്കുന്നവരറിയാം. അതൊന്നും ഇല്ലാത്തവരും പല ത്വരീഖത്തിലുള്ളവരൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ എല്ലാവരും മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആൻ പറയാം, അള്ളാഹിൻ്റെ കലാമ് പറയാം. അതൊന്നും എൻ്റെ വക ഒന്നും ചേർക്കല്ല. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ. നിങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തെ, അള്ളാഹുവിൻ്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കാം. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. എന്തേ ഇപ്പോൾ പറഞ്ഞത്? നമ്മളൊക്കെ വ്യത്യസ്ത സംഘടനയിലൊക്കെ പ്രവർത്തിച്ചോളൂ, അതൊക്കെ നല്ലതാണ്. ഒരു സംഘടനയും ഒന്നിൻ്റെ മേലെയല്ല ഒന്നിൻ്റെ താഴെയല്ല, എല്ലാവരും നല്ല അൽഹംദുലില്ലാ അള്ളാഹിൻ്റെ ദീനിൻ്റെ വഴിയിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, സംവിധാനങ്ങൾ കേരളത്തിലുണ്ട് അൽഹംദുലില്ലാ. പക്ഷേ നിങ്ങൾ ഏതിലും കൊടി പിടിച്ചോ, പക്ഷേ നിങ്ങൾ ഒരുമിച്ചായിരിക്കണം. അതാ പറയുന്നത്, നിങ്ങൾ ജമീഅ ഒറ്റക്കെട്ടായിരിക്കണം അല്ലേ. NRC വന്നപ്പോൾ
പൗരത്വ വിഷയം വന്നപ്പോൾ, സമുദായത്തെ മൊത്തത്തിൽ വാദിക്കുന്ന പല വിഷയങ്ങളും വന്നപ്പോൾ മുസ്ലിം സംഘടനകൾ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് ചേർന്ന് നിന്ന പോലെ, അത് കേരളം വലിയ മാതൃകയാണ്. അത് കുറച്ച് മുമ്പ് കുറേ ഭയങ്കര സ്പ്ലിറ്റ് ഉണ്ടായിരുന്നു, ഖണ്ഡന മണ്ഡനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരിയേറിയലും. അതിലൊന്നും പോകരുത് എന്നാണ് പറയാനുള്ളത്. അങ്ങനെയുള്ള സംസാരത്തിന് തന്നെ നമ്മൾ ചെവി കൊടുക്കരുത്, നാവ് പൊങ്ങരുത്. അതാണ് ഖുർആൻ്റെത്. ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, ഫിഖ്ഹിപരമായ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാ കാലത്തും ഉണ്ട്. അതൊക്കെ ഖൈറാണ്, ഉമ്മത്തിന് ഖൈറാണ്. അതിൻ്റെ പേരിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്താനും അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള സംസാരമാണ് ഇതിൻ്റെയൊക്കെ തുടക്കം. വാക്കുകൊണ്ട് പോലും അവൻ ഇഷ്ടമുള്ള അവൻ ചെയ്തോട്ടെ, അവൻ കൈ എവിടെ കെട്ടട്ടെ, അത് അവൻ്റെ ഇഷ്ടം. മദ്ഹബ് 4 പിന്നെ എന്തിനാ ലോകത്ത്? ഹനഫി മദ്ഹബല്ലല്ലോ, ഷാഫി അല്ലല്ലോ, ഹംബലി. ഇവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ഇമാമിൻ്റെ മദ്ഹബിൻ്റെ പണ്ഡിതന്മാരായിട്ടുള്ള ആലിമീങ്ങളല്ലേ. അവരാരെയും നമ്മൾ തള്ളിപ്പറയും? ഏതെങ്കിലും ഇമാമിനെ നമുക്ക് തള്ളി പറയാൻ പറ്റുമോ? ഇല്ല. അവരൊക്കെ ഇൽമുള്ളവരാ. അവരൊക്കെ അവളൊക്കെ എത്രത്തോളം മര്യാദ. ഒരു മദ്ഹബിൻ്റെ ഇമാമ് മറ്റൊരു ഇമാമിൻ്റെ നാട്ടിൽ ചെന്ന സമയത്ത് സുബഹിക്ക് കുനൂത്ത് ഓതുന്ന വിഷയത്തിലൊക്കെ അവരുടെ അഭിപ്രായം മാറ്റിയെന്നാണ്, അവരോടുള്ള മര്യാദയ്ക്ക് വേണ്ടിയിട്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയാ നമ്മുടെ ഇതൊന്നും തൗഹീദിൻ്റെ വിഷയത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. നമ്മുടെ അല്ലാഹ് ഒന്നാണ്. അതുകൊണ്ട് ഒന്നിച്ചു ചേർന്ന് നിൽക്കണം, ഒരു മതിൽക്കെട്ട് പോലെ ഒരുമിച്ച് നിൽക്കണം പ്രിയമുള്ളവരെ. ശത്രുവിനെ നമ്മൾ ബോധപൂർവം ഡിവൈൻ ആൻഡ് റൂൾ, ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ചെയ്തൊരു പണിയായിരുന്നത്. അത് പലരും രാഷ്ട്രീയക്കാരത് ചെയ്യുന്നുണ്ട്. പലതും രാഷ്ട്രീയ താല്പര്യമാണ്. അപ്പോൾ രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പേരിൽ മതസംഘടനകളെ സ്പ്ലിറ്റാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം പിശാചിൻ്റെ ആളുകളും കേരളത്തിൻ്റെ മണ്ണിൽ നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊക്കെ ഒരു സ്വർഗ്ഗം ആഗ്രഹിക്കുന്നവരാ, ഒരു അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവർ. അത് മാത്രം മതി നമ്മൾ ഒന്നിക്കാൻ, വേറൊന്നും വേണ്ട. ബാക്കിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ അത് അവരുടെ ഇഷ്ടത്തിന് അവർ ചെയ്തോട്ടെ, അവരിഷ്ടത്തിന് ചെയ്തോട്ടെ. പറഞ്ഞ് നന്മയെ പോലും അംഗീകരിക്കാൻ മനസ്സില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ വരും. തആവനു അല ബിർരി വത്തഖ്വ വതആവനു അലൽ ഇസ്മി വൽഉദ്വാൻ. നന്മയിലും പുണ്യത്തിലും സഹകരിക്കുക എന്നുള്ളതാണ്. അല്ലാത്ത ഓരോ ഇഷ്ടത്തിന് അവരെ സംഘടന അത് ചെയ്തോട്ടെ. നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളുമായിട്ട് ആത്മാർത്ഥമായിട്ട് അള്ളാഹിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നേറുക. ഇൻഷാ അല്ലാഹ് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് കാണട്ടോ എന്ന് പറഞ്ഞാൽ മതി, വേറൊന്നുമില്ല. അസ്സലാമു അലൈക്കും അല്ലേ. അതിലൊന്നും ചർച്ചക്കും പരിപാടിക്കൊന്നും പോകാൻ നിൽക്കണ്ട. നമ്മളൊക്കെ ഒരു ഉമ്മത്താന്നുള്ള ബോധം ഉണ്ടാവുക. അപ്പം ഒറ്റക്കെട്ടായി നിൽക്കുക. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വിവരമില്ലാത്ത ഒരാൾ ചോദിക്കും, പിന്നെ എന്തിനാ കുറേ സംഘടന ഭിന്നിക്കാൻ പാടില്ല? ഇവിടെ കേരളത്തിലുള്ള സംഘടനകളൊക്കെ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് പോകുന്നവരാണ്. നമ്മൾ വേറെ യാത്ര, ഇപ്പം നമ്മളിപ്പോൾ ടൂറ് പോവുക, ഊട്ടിയിലോ മൈസൂരിലോ ഒക്കെ കേരളത്തിൽ നിന്ന് ടൂറ് പോവുക. ഒരു ഫാമിലിയിൽ നിന്ന് 4-5 കാറ് പുറപ്പെടുക. ഒരാൾ പറഞ്ഞു ഞങ്ങൾ അതിലെ വരാം, ഞങ്ങൾ ഇതിലെ വരാമെന്ന് പറഞ്ഞാൽ അവർ പലരും പല വഴിക്ക് പോയെങ്കിലും നമ്മുടെ ലക്ഷ്യകേന്ദ്രം തറവാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടവരാ. സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയ മുർസലുകളുടെ കൂടെ എത്താൻ വേണ്ടി പല വണ്ടിയിൽ കയറിയവരാന്നേ ഉള്ളൂ. അത് കാര്യമാക്കേണ്ടവർ അങ്ങോട്ട് എത്തിക്കോളും. നമ്മൾ ടെൻഷൻ അടിക്കേണ്ടവർ അവരുടെ റൈറ്റും ലെഫ്റ്റും ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സിറാത്തുൽ മുസ്തഖീമായിട്ട് അങ്ങോട്ട് എത്തിക്കോളും. പല വഴികളുണ്ട്, ആ വഴികളിലൂടെ അവർ സഞ്ചരിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ മതി. അല്ലാതെ അവരും വരുമെന്ന് നമ്മൾ കാഫിറാക്കാനും പോകണ്ട, നരകത്തിലിടാനും പോകണ്ട. നമ്മളെ കാര്യം നോക്കിയാൽ മതി. ഫദ്കുറൂ നിഅമതല്ലാഹ്, ഓർക്കുക നിങ്ങൾക്ക് നിഅമത്ത് തന്നതിന് അലൈക്കും ഇത് കുൻതും അദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും. നിങ്ങൾ ശത്രുക്കളായിരുന്നു. എവിടെ പറയുന്നത്? നിങ്ങളുടെ മനസ്സിൽ ശത്രുത. ആ കാലഘട്ടത്തിലെ അറബ് ലോകത്തെ മക്കയിൽ അന്ന് നടമാടിയിരുന്ന വല്ലാത്ത ഖുറൈശികൾ എന്ന് പറഞ്ഞ വിഭാഗം ഒരു വിഭാഗമാണെങ്കിൽ, അതുപോലെ തന്നെ അവാന്തര വിഭാഗങ്ങൾ, ഒരുപാട് ഗോത്രങ്ങൾ, അവർ തമ്മിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സംഘടനകൾ, വൈര്യവും പ്രശ്നവും യുദ്ധങ്ങളും. ഒരു ഒട്ടകം ഒരു പറമ്പിന്ന് ഒരു ഇല കടിച്ചതിൻ്റെ പേരിൽ ആഴ്ചകളോളം യുദ്ധം ചെയ്ത പാരമ്പര്യമുള്ള നാടാണത്. അപ്പോൾ അതൊന്നൊക്കെ മാറ്റി നിങ്ങളുടെ ഖുലൂബിനെ ഒരുമിച്ചില്ലേ, നിങ്ങളുടെ മനസ്സുകളെ ഇണക്കി തന്നത് അല്ലാഹുവാ. അതുകൊണ്ട് അള്ളാഹിൻ്റെ നിഅമത്തിനെ ഓർക്കുക. കാരണം കേരളത്തിലൊക്കെ ഇതിനെ നമ്മൾ കാലികമായിട്ട് വായിക്കണം. അത് 6-ാം നൂറ്റാണ്ടിലെ അറബികളോട് മാത്രം പറയുന്നില്ലല്ലോ ഖുർആൻ. ഈ ആയത്തിൽ അത് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ കേരളത്തിലേക്ക് എടുത്ത് നോക്കുക, ഒരുപാട് നിഅമത്ത് അല്ലാഹ് തന്നില്ലേ. അല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളല്ല ഒരുമിപ്പിച്ച് തന്നില്ലേ. അള്ളാഹിൻ്റെ നിഅമത്ത് ഒരുപാട് തന്നില്ലേ. ഫഅസ്ബഹ്തും,
നിങ്ങളെ പരസ്പരം ഇണക്കിത്തന്നു. ബിനിഅമതിഹി, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ, ഇഖ്വാന, പരസ്പരം സഹോദരങ്ങളാക്കിയില്ലേ. വകുൻതും അലാ ശഫാ ഹുഫ്റതിൻ മിനന്നാരി ഫഅൻഖദകും മിൻഹാ, നിങ്ങൾ തീക്കുണ്ടത്തിലേക്ക്, നരകത്തിലേക്ക് പോകുന്ന വക്കിലെത്തിയിരിക്കുന്നവരായിരുന്നില്ലേ? ശിർക്ക് ചെയ്ത്, ശിർക്കിലും ബിദ്അത്തിലും പെട്ട് അള്ളാഹനെ മറന്ന് ജീവിക്കുന്ന അവസ്ഥയെന്ന് ഹിദായത്തിൻ്റെ വഴി കാണിച്ചു തന്ന അല്ലാഹുവാ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, വന്ന വഴി മറക്കരുത്. കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ആയാതിഹി ലഅല്ലക്കും തഹ്തദൂൻ. അതുകൊണ്ട് അല്ലാഹു ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ വിവരിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾ തഹ്തദൂനാകാനാ, ഹിദായത്ത് കിട്ടാനും സന്മാർഗത്തിലെത്താനും വേണ്ടിയാ. അതുകൊണ്ട് 6-ാം നൂറ്റാണ്ടിലെ അറബികളോട്, അന്ന് ഭിന്നിച്ചിരുന്നവരോട്, ശത്രുക്കളായി പൊരുതിയിരുന്നവർ ഒരുമിച്ച് അള്ളാഹിൻ്റെ റസൂലിൻ്റെ കീഴിൽ ദീനുൽ ഇസ്ലാമിൻ്റെ വഴിയിൽ ഒരുമിച്ച് ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു മതിൽക്കെട്ട് പോലെ നിൽക്കണമെന്നും സത്യദീനിൻ്റെ വഴിയിൽ നിങ്ങൾ ഭിന്നിച്ചു പോകരുതെന്നും 6-ാം നൂറ്റാണ്ടിലെ അറബികളോട്, ഖുറൈശികളോട് മാത്രമല്ല ഖുർആൻ പറയുന്നത്. കേരളത്തിലെ മലയാളികളായ മുസ്ലിം സഹോദരന്മാരോടും സഹോദരിമാരോടും കൂടിയാ നമ്മൾ അങ്ങനെ ഖുർആനെ കാലികമായിട്ട് വായിക്കണം. അത് അങ്ങോട്ട് വിട്ടാൽ പോരാ, എല്ലാ കാര്യം മക്കയിൽ വിട്ടാൽ പോരാ, ചിലതൊക്കെ നമ്മളോടും ചേർത്ത് പറയേണ്ടതുണ്ട്. വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ നന്മയിലേക്ക്, നല്ലതിലേക്ക് ക്ഷണിക്കണം ഉമ്മത്തിനെ. നിങ്ങൾ ഉത്തമ സമുദായമാണ്. യദ്ഊന ഇലൽ ഖൈർ, നന്മ കൽപ്പിക്കുന്നവരാവണം. വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, തിന്മ വിലക്കുന്നവരും സത്യത്തിലേക്കും നന്മയിലേക്കും നന്മ സ്ഥാപിക്കാനുള്ള ഉമ്മത്താണ് നിങ്ങൾ. ഇത് 6-ാം നൂറ്റാണ്ടിലെ അറബികളോടാണോ? അല്ല, നമ്മളോടും കൂടിയാ. എല്ലാവരും നന്മയുടെ വഴി വെട്ടേണ്ടവരാ. നന്മ മനസ്സുള്ളവർക്കേ നന്മ സ്ഥാപിക്കാൻ കഴിയുള്ളൂ. മനസ്സിൽ നന്മ വേണം. ശരീരത്തിലൊരു അവയവമുണ്ട്, ആ അവയവം നശിച്ചാൽ പിന്നെ ശരീരമാസകലം നശിച്ചു. ഹൃദയമാണ്. വിശുദ്ധിയുള്ള ഹൃദയത്തിന്നേ നല്ല കർമ്മങ്ങളുണ്ടാവൂ, നല്ല വർത്തമാനങ്ങളുണ്ടാവൂ, നല്ല വാക്ക് സംസാരിക്കാനും കഴിയൂ. അതുകൊണ്ട് ഉമ്മത്താണ് നിങ്ങൾ. എന്ത് ഉമ്മത്ത്? ഇലാ ഖൈറിലേക്ക്, നല്ലതിലേക്ക് മനുഷ്യ സമുദായത്തെ നയിക്കാൻ. ഓരോ നാട്ടിലും നന്മക്ക് മുന്നിൽ നിൽക്കുന്നത് ആ നാട്ടിലെ വിശ്വാസികളായിരിക്കും, മുഅ്മിനീങ്ങളായിരിക്കും. ഓരോ നാട്ടിലും എടുത്തു നോക്കുക. നമ്മളിങ്ങനെ യാത്ര ചെയ്യുക, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഓരോ ജില്ലകളിലും. ഇനി ഗൾഫിലൊക്കെ പോവുക, അവിടെയൊക്കെ മുസ്ലിങ്ങളായ, മുഅ്മിനീങ്ങളായ, ഈമാനുള്ള 5 നേരം അള്ളാഹിൻ്റെ മുന്നിൽ നിസ്കരിക്കുന്ന മുസ്ലിം മലയാളി സഹോദരങ്ങൾ അവിടെയൊക്കെ നന്മക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുന്നതിൻ്റെ അഭിമാനത്തോടെ നമുക്ക് ഏറ്റെടുത്ത് പറയാൻ പറ്റും. നന്മയിൽ മുന്നിട്ട് നിൽക്കുക, നന്മപരമായി മാറുക. ഇത് നമ്മളോടുള്ള കൽപ്പന. ഒരു മുസ്ലിം അങ്ങനെ ആവണം. യഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിച്ചാൽ മാത്രം പോരാ, മുമ്പിൽ നടക്കുന്ന തെറ്റുകൾക്കെതിരെ തെറ്റ് തടയാനും പറ്റണം. വയൻഹൗന അനിൽ മുൻകർ, ഇതൊന്ന് ചേർത്ത് പറയാൻ പറ്റുക. ഒരിക്കൽ ഹദീസിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ റിവായത്തിൽ പറയുന്നത് തിന്മയെ നിങ്ങൾ എതിർക്കേണ്ടത് വാളുകൊണ്ടാണ്. അതെന്താണ്? അതായത് അക്രമം നടക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ, കണ്ണിൻ്റെ മുമ്പിൽ ഒരു അക്രമം നടക്കുകയാണ്. ഒരാൾ അന്യായമായിട്ട് കൊല്ലുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനീതി നടക്കുക കണ്ണിൻ്റെ മുമ്പിൽ. ചോദ്യം ചെയ്യല്ല വേണ്ടത്, അവിടെ നിർത്തണം. പറ്റൂല എന്ന് പറയാം. കൈ കൊണ്ട്, നമ്മുടെ കയ്യിൽ ആയുധമുണ്ടോ? ഒരാളെ കൊല്ലാൻ പോകും, ആയുധം ഉപയോഗിച്ച് തടയണമെന്നാ. ഇത് ഭീകരവാദമല്ല, തീവ്രവാദമല്ല. അതെല്ലാം മനുഷ്യനും നന്മ മനസ്സുള്ള ഒരാൾ അംഗീകരിക്കണ കാര്യം. ഇത് ആരെങ്കിലും പറയോ? തെറ്റ് ഒരു അക്രമം മുമ്പിലുണ്ടാകുമ്പോൾ അക്രമം വെച്ച് ഉറപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ ആ അക്രമം നടക്കാതെ നമ്മളതിനെ ആയുധം ഉപയോഗിച്ച് തടയാൻ പറ്റും. ആയുധം ഉപയോഗിച്ച്, കൈ ഉപയോഗിച്ച് തടയാൻ പറ്റും. ഒരുത്തനെ കുത്താൻ പോവാണ്, കൊല്ലാൻ പോവാണ് അന്യായമായിട്ട്. നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ തടയാണ്, നമ്മൾ നമ്മുടെ കൈ കൊണ്ട് ഉപയോഗിച്ച് തടയുക. ഇനി അതിന് പറ്റിയില്ലെങ്കിൽ നാവുകൊണ്ട് ഉറക്കെ വിളിച്ച് പറയണേ. തെറ്റാന്ന് പറയാ. നാട്ടിൽ നടക്കുന്ന അക്രമങ്ങൾ ഭരണകൂടം നടത്തിയാലും, MLA നടത്തിയാലും, മന്ത്രി നടത്തിയാലും, പഞ്ചായത്ത് മെമ്പർ നടത്തിയാലും പറയേണ്ട പോലെ ഉറക്കെ വിളിച്ച് പറയാൻ പറ്റണം. അത് വിശ്വാസപരമായ ബാധ്യതയാ. അങ്ങനെ നാവുകൊണ്ട് പറയാ. ഇനി അതും പറയാൻ പറ്റാതെ വളരെ നിസ്സഹായമായിട്ട് തെറ്റുകൾ നോക്കിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായാൽ മനസ്സുകൊണ്ടെങ്കിലും വെറുക്കണേ. അത് അളഫുൽ ഈമാനാണ്, അത് വിശ്വാസത്തിൻ്റെ ഏറ്റവും ദുർബലതയാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അല്ലേ? എന്തൊരു വിശുദ്ധ ഇസ്ലാമാണ് ഇത്. കാരണം ഇന്നൊക്കെ ഒളിച്ചോടിയിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ പോയിട്ട് പിന്നെ ഒരു ചെറിയ സ്രാമ്പിയ പള്ളി കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ആരാധനയിൽ ഏർപ്പെട്ട നാളെ അള്ളാഹ് സ്വർഗം തരാമെന്നല്ല പറഞ്ഞ്. സമൂഹത്തിലിറങ്ങാൻ, നാട്ടിലിറങ്ങാൻ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ, ജനങ്ങളുടെ കൂടെ നിൽക്കാൻ, സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി പോരാടാൻ
പൊരുതാനാണ് ഇസ്ലാം പറഞ്ഞത്. അതിലൂടെ അള്ളാഹിൻ്റെ ഇഷ്ടന്മാർ വെറും പള്ളിയിൽ പോയി സുജൂദ് ചെയ്താൽ മാത്രം കിട്ടുന്നതല്ല സ്വർഗം. അങ്ങനെയായിരുന്നു പ്രവാചകന്മാർ. അതുകൊണ്ടാണ് സമൂഹത്തിൽ പ്രവാചകന്മാർ ഭ്രാന്തന്മാർ എന്ന് വിളിക്കപ്പെടാൻ, ഭ്രാന്തൻ എന്ന് വിളിക്കാത്ത ഏത് നബിയാ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ളത്? വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അങ്ങനെ സത്യത്തിന് വേണ്ടി ധർമ്മത്തിന് വേണ്ടി പോരാടുന്ന സത്യവിശ്വാസികളില്ലേ, ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാ വിജയം വരിച്ചവർ. അതാണ് ولا تكونوا كالذين تفرقوا واختلفوا من بعد ما جاءهم البينات وأولئك لهم عذاب عظيم. വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും വിശുദ്ധ ഖുർആൻ മുൻപിലുണ്ടായിട്ടും ഒരു ഉമ്മത്തായി ജീവിക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടായിട്ടും, പ്രിയമുള്ള മക്കക്കാരെ, മദീനവാസികളെ, ആ ഇജാസിൻ്റെ പരിസരത്തുള്ള മുഅ്മിനീങ്ങളായ ആളുകളും മുസ്ലിമീങ്ങളും കേൾക്കണം. സത്യവിശ്വാസികളും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരും ക്രിസ്ത്യാനികളും എല്ലാവരും കേൾക്കണം. വഖ്തലഫൂ ബഅദ മിൻ ബഅദി ജാഅഹുമുൽ ബയ്യിന. വ്യക്തമായ തെളിവായ വിശുദ്ധ ഖുർആനും അല്ലാഹുവിൻ്റെ റസൂലും വന്ന ശേഷവും നിങ്ങളിങ്ങനെ ഭിന്നിക്കുകയാണെങ്കിൽ ഉലൈക ലഹും അദാബുൻ അദീം. നിങ്ങളുടെ സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളൊക്കെ മറന്ന് നിങ്ങളിങ്ങനെ വളരെ ആഭ്യന്തര സംഘർഷത്തിലും പ്രശ്നത്തിലുമായി മുന്നോട്ട് പോകാനാ നിങ്ങളുടെ തീരുമാനമെങ്കിൽ നിങ്ങൾക്ക് അദാബുണ്ട്, അദീമായിട്ടുള്ള അദാബുണ്ട്, കഠിനമായ ശിക്ഷയാ നിങ്ങളെ കാത്തിരിക്കുന്നത്. യൗമ തബിയദ്ദു വുജൂഹും വതസ്വദ്ദു വജൂഹ്. അന്നത്തെ ദിവസം ചിലരാകട്ടെ മുഖം പ്രകാശിക്കുന്ന വെള്ള നിറത്തിലുള്ള പ്രകാശിക്കുന്ന മുഖങ്ങളും, വതസ്വദ്ദു വജൂഹ്, ചിലരാവട്ടെ കരിവാളിച്ച മുഖങ്ങളുമായിട്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്നതാ. നിങ്ങളെ കർമ്മഫലാടെ വരാൻ പോണത്. ദുനിയാവിൽ നല്ലത് ചെയ്ത് ജീവിച്ചോ, എല്ലാ കാലത്തുള്ളവർക്കാ. ഫഅമ്മല്ലദീന സ്വദ്ദത് വുജൂഹഹും അകഫർതും ബഅദ ഈമാനികും ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ. അതുകൊണ്ട് സത്യവിശ്വാസം സ്വീകരിച്ചിട്ട് നിങ്ങൾ മുഅ്മിനായി ജീവിച്ച് നിങ്ങളുടെ വിശ്വാസപരമായ ബാധ്യതകളൊന്നും നിർവഹിക്കാതെ കുഫ്രിയത്തിൻ്റെ വഴിയിൽ നിങ്ങൾ ജീവിക്കാനാണോ കാഫിറുകളെ, സത്യനിഷേധികളെ, അഹ്ലുൽ കിതാബുകാരെ നിങ്ങളെ വിചാരമെങ്കിൽ നിങ്ങളത് തുടർന്നു കൊള്ളുക. നിങ്ങൾക്ക് ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ, നിങ്ങളുടെ സത്യനിഷേധം കാരണം നിങ്ങൾക്ക് വല്ലാത്ത ശിക്ഷയാ വരാൻ പോകുന്നത്. വഅമ്മല്ലദീന ബിയദ്ദത് വുജൂഹുഹും ഫഫീ റഹ്മത്തില്ലാഹ് ഹും ഫീഹാ ഖാലിദൂൻ. എന്നാൽ അബിയലാകുന്ന നല്ല പ്രകാശവുമായിട്ട് നല്ല മനോഹരമായ വല്ലാത്ത നല്ല തേജസ്സുമായ മുഖങ്ങളുമായിട്ട് അവിടെ നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നവർ അല്ലാഹുവിൻ്റെ റഹ്മത്തിലായിരിക്കും. അവരെ അതേ അവസ്ഥയിൽ തന്നെ കാലാകാലവും അവിടെ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും. തിൽക ആയാതുല്ലാഹി നത്ലൂഹാ അലൈക ബിൽ ഹഖ് വമല്ലാഹു യുരീദു ദുൽമൻ ലിൽ ആലമീൻ. അല്ലാഹു ആയാത്തുകളാണിതെല്ലാം, അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. അള്ളാഹു അത് ജനങ്ങൾക്ക് എല്ലാം ഓതിക്കേൾപ്പിക്കുന്ന യത്ലൂഹാ അലൈഹി, സത്യത്തെ ജനങ്ങൾക്ക്, യാഥാർത്ഥ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. വമല്ലാഹു യുരീദു ദുൽമൻ ലിൽ ആലമീൻ. ഒരു ലോകത്താരോടും ഒരു ദുൽമ ചെയ്യാൻ അള്ളാഹുവിന് ഉദ്ദേശമില്ല. അതുകൊണ്ട് സത്യത്തിൻ്റെ വഴിയിൽ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വരിക, ഹിദായത്തിൽ വരിക. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആകാശഭൂമികളെല്ലാം അള്ളാഹുവിൻ്റെതാ, എല്ലാം അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാണ്. എല്ലാ ഇലല്ലാഹി തുർജഉൽ ഉമൂർ. ഈ പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങിച്ചൊല്ലേണ്ടതാണ്. കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. ഈ ലോകത്തെ ജനങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ ഉത്തമ സമുദായമാ നിങ്ങൾ ഉത്തമ സമുദായമാ, ഏറ്റവും ഉത്തമൻ, ഏറ്റവും അഹ്സനായിട്ടുള്ള ഖൈർ ഉമ്മത്താ നിങ്ങൾ. ആര് മക്കയിലെ മദീനത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല, കേരളത്തിലെ, ഇന്ത്യയിലെ, ചൈനയിലായാലും അമേരിക്കയിലായാലും ലോകത്ത് GCCയിലോ ലോകത്തേത് രാജ്യത്തും ഉമ്മത്ത് മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ ഉഖ്രിജത്ത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ശബ്ദമായി മാറേണ്ടതാണ്. എങ്ങനെയുള്ള ശബ്ദം? തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുക, വതൻഹൗന അനിൽ മുൻകർ, എന്നിട്ട് തിന്മയെ വിലക്കുക, വതുഅ്മിനൂന ബില്ലാഹ്, അത് അള്ളാഹുവിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ. നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അരികുവൽക്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, പീഡിതരായ ജനതയ്ക്ക് അവർ അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ
വരുമ്പോൾ അവർ മതം നോക്കാതെ, ജാതി നോക്കാതെ, കൊടി നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ നീതിയുടെ ശബ്ദമായിട്ട് മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അത് നമ്മുടെ വിശ്വാസപരമായ ബാധ്യതയാണ്. വലൗ ആമന അഹ്ലുൽ കിതാബി ലകാന ഖൈറൻ ലഹും. എന്നാൽ വേദക്കാരിങ്ങനെ വിശ്വസിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ. സത്യമാണത്. ഈ അഹ്ലുൽ കിതാബ് യൂറോപ്പ് മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ക്രൈസ്തവ ദർശനം അവർക്ക് ഇസ്ലാമിൽ വന്നതിന് എത്ര നന്നായേനെ. മിൻഹുമുൽ മുഅ്മിനീന വഅക്സറഹുമുൽ ഫാസിഖൂൻ. അവരിൽ ചില ആളുകൾ മുഅ്മിനീങ്ങളുണ്ട്, എന്നാൽ ഏറെ പേരും ധിക്കാരികളാ. അവരിൽ സത്യവിശ്വാസികളുണ്ട് എന്നല്ല പറയാ. അഹ്ലുൽ കിതാബിൽ ജൂതന്മാരിലും ക്രിസ്ത്യാനികളിലും നല്ല വിശ്വാസികളുണ്ട് എന്ന്. ലൻ യദുറൂകും ഇല്ലാ അദാ وإن يقاتلوكم يولوكم الأدبار ثم لا ينصرون. അവരൊക്കെ എന്തെങ്കിലും ശല്യം വരുത്താൻ നിങ്ങൾക്കെതിരെ ദീനിന് വേണ്ടി ശല്യമായിട്ട് അവർ വന്നാൽ നേരെ എന്തെങ്കിലും പ്രയാസമൊക്കെ ഉണ്ടാക്കാനല്ലാതെ അവർക്കോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ പ്രയാസം ഉണ്ടാക്കാനല്ലാതെ സാധിക്കൂല. അവർ കാത്തിലൂക്കും. അവരങ്ങളോട് യുദ്ധത്തിന് വന്നാൽ തന്നെ അവരങ്ങ് പിന്തിരിഞ്ഞോടിപ്പോവും. ഭീരുക്കളാണ് അല്ലേ. വിശ്വാസികളെ വെച്ചാൽ മരണം എന്നുള്ളത് ഷഹീദ, അവരെ വെച്ചാൽ ഭൗതിക പൂജകര. അവർ പിന്തിരിഞ്ഞോടും, ധൈര്യശാലികളല്ല. ضربت عليهم الذلة أينما ثقفوا إلا بحبل من الله وحبل من الناس وباءوا بغضب من الله وضربت عليهم المسكنة. അല്ലാഹുവിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു അഭയം കിട്ടിയിട്ട് ആ അഭയത്തിൽ അവർ ജീവിക്കുക എന്നല്ലാതെ അവരൊരിക്കലും എന്ത് ചെയ്യൂല. ഇതൊക്കെ എന്ത് സത്യമാണ്. അപ്പോൾ ഇന്നത്തെ ജൂതന്മാരെ കാര്യം എടുത്ത് പരിശോധിക്കുക. അള്ളാഹു പറയാ, അവർ വളരെ അപമാനിതരായ ഒരു ജനത, അപമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു ജനത. അവർ യഥാർത്ഥത്തിൽ ഭീരുക്കളാണ്. ഇപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധം എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. യഥാർത്ഥത്തിൽ ഭീരുക്കളായിട്ട് അവർ ജീവിക്കുകയാണ്. അവരൊക്കെ മറ്റുള്ളവരുടെ തണലിൽ ജീവിക്കാന്നല്ലാതെ സ്വന്തമായിട്ട് അവർക്ക് നിലനിൽക്കാൻ പോലും. ഇപ്പോഴും അമേരിക്കയുടെ തണലിൽ ഇങ്ങനെ നിൽക്കുക. അമേരിക്ക മുമ്പിലുണ്ടായാലും അവർ മുന്നിലാണ് അല്ലേ. അങ്ങനെയുള്ളതാണ്. അമേരിക്ക പിൻവലിഞ്ഞ് അവർ പേടിച്ച് പിന്മാറുകയാണ്. യഥാർത്ഥത്തിൽ അവരത്രയേ ഉള്ളൂ. അവർ അള്ളാഹുവിൻ്റെ കോപമാ. അവർ അഹങ്കാരം കൊണ്ടാണ് അവർ സംഭവിച്ചത്. അവരുടെ അഹങ്കാരം ചരിത്രപരമായി, കുടുംബപരമായിട്ട് അവർ അഹങ്കരിച്ചു. അവരുടെ വംശം അങ്ങനെയായിരുന്നു. ദാലിക ബിഅന്നഹും കാനൂ യക്ഫുറൂന ബിആയാതില്ലാഹ്. അല്ലാഹുവിൻ്റെ സത്യദീനിനെ അവർ നിഷേധിച്ചതാ അവർ ചെയ്ത കുറ്റം. വയഖ്തുലൂനൽ അംബിയാ ബിഗൈരിൽ ഹഖ്. യാതൊരു കാരണവുമില്ലാതെ അംബിയാ മുർസലുകളെ, യഹ്യാ നബി അടക്കം തല അറുത്തു കൊന്നുന്ന ഒരുപാട് പ്രവാചകന്മാർ നഊദു ബില്ലാഹ് അവരുടെ വാളിനിരയായി. ദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ. അവരുടെ അക്രമത്തിൻ്റെയും അവരുടെ അനീതികളും അവർ ചെയ്ത തെറ്റുകളുടെയും ഫലമായാണ് അള്ളാഹു അവരിങ്ങനെ ആക്കിയത്. അവർ ലോകാവസാനം വരെ നിന്ദ്യതയുള്ള ദൈന്യതയിൽ ദുനിയാവിൽ ജീവിക്കേണ്ടി വരും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു സമാധാനവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവൂല. ലൈസൂ സവാഅ من أهل الكتاب أمة قائمة يتلون آيات الله آناء الليل وهم يسجدون. എന്നാൽ ഒരു കാര്യമുണ്ട്, ജൂതന്മാരിലും ക്രിസ്ത്യാനികളിലും പെട്ട ആളുകൾ ഇത് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ആയത്തോതുമ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്, ഒരു വിഭാഗമുണ്ട്, അവർ രാത്രി വേളകളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് അള്ളാഹുവിൻ്റെ വചനങ്ങൾ പാരായണം ചെയ്യുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. ക്രിസ്ത്യാനികളിലും ജൂതന്മാരിലും നല്ല സത്യക്രിസ്ത്യാനികളും നല്ല ജൂതന്മാരും ഉണ്ട്. അവരിപ്പോഴും നമ്മൾ സുജൂദ് ചെയ്യുന്ന അതേപോലെ അവരുടെ നിസ്കാരം നമ്മളത് കാണണം. അവർ വേദങ്ങളൊക്കെ പാരായണം ചെയ്ത് വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന സത്യവിശ്വാസികളുണ്ട്. അള്ളാഹുവേ ഹിദായത്ത് കൊടുക്കണേ അല്ലാ, ഞങ്ങളെയും അവരെയും സ്വർഗത്തിലാക്കണേ. ഇതൊക്കെ പ്രാർത്ഥിക്കാനുള്ള മനസ്സും വേണം നമുക്ക്. നമ്മളങ്ങനെ ചിന്തിക്കണം. يؤمنون بالله واليوم الآخر ويأمرون بالمعروف وينهون عن المنكر ويسارعون في الخيرات أولئك من الصالحين. അവരാവട്ടെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുണ്ട്, അവർ നന്മ കൽപ്പിക്കുന്നുണ്ട്, തിന്മ വിലക്കുന്നുണ്ട്. അവർ നന്മയുടെ കാര്യത്തിൽ, നല്ല കാര്യത്തിൽ യുസാരിഊന ഫിൽ ഖൈറാത്ത്, നല്ല കാര്യത്തിൽ മുന്നേറുന്നു
വിശ്വസിക്കുന്ന ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ഉലൈക മിനസ്സാലിഹീൻ, അവർ നല്ലവരാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിൽ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികൾ. റബ്ബ് എന്നുള്ള പദോ അള്ളാഹ് എന്നുള്ള പദോ പോലും അവർക്കറിയില്ല. നമ്മൾ മനസ്സിലാക്കണം. ഹീബ്രു ഭാഷ സംസാരിക്കുന്നവരുണ്ട്, എത്ര പേരുണ്ട്, അറബ് പദം പോലും. അപ്പോൾ അങ്ങനെയുള്ളവരും സ്വർഗത്തിലുണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. വിവരക്കേട് പലരും പറയുന്നത് കേട്ടിട്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ പോയത്. ഖുർആൻ അനുസരിച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാവൂ. വമായി, അതായത് മുഹമ്മദ് നബിയെ അറിയാത്ത ആളുകൾ പോലും സ്വർഗത്തിലുണ്ടാവുന്ന, അത് മുമ്പ് ജീവിച്ചവരും പിന്നിൽ ഇപ്പോൾ ഉള്ള കാലത്ത് ജീവിച്ചവരും. അപ്പോൾ നബിയല്ല പ്രധാനം, മുഹമ്മദ് നബി ഒരു പ്രവാചകൻ മാത്രം. അന ബശറും മിസ്ലുക്കും, അല്ലേ? നബി തന്നെ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാധാന്യം കുറക്കല്ല, പറയാ സത്യമുള്ളതുപോലെ പറയണം. എല്ലാ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിൽ ജീവിച്ച ആ വേദഗ്രന്ഥങ്ങൾ പിൻപറ്റി അള്ളാഹുവിൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും നന്മ പ്രചരിപ്പിക്കുകയും തിന്മ വിലക്കുകയും ജീവിതത്തിൽ ഖൈറാത്തിലേക്കുള്ള ഫി ഖൈറാത്ത്, നന്മ പ്രവർത്തിക്കാനും നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി ഓടി നടക്കുകയും ചെയ്യുന്ന സ്വാലിഹീങ്ങൾ ആ സമുദായത്തിലൊക്കെ ഉണ്ട്. അവർക്ക് സ്വർഗത്തിൽ കിടക്കുന്ന ഖുർആൻ പറഞ്ഞത്. തെറ്റിദ്ധാരണ മാറണം. ഖുർആൻ മുഴുവൻ വായിച്ചാൽ നമ്മുടെ അകക്കണ്ണ് തുറക്കുന്ന, നമുക്കൊരു തെറ്റിൻ്റെ ദുലുമാതിലന്നൂറ ഖുർആൻ. ഈ ഇരുട്ടുന്ന വെളിച്ചത്തിലേക്കുള്ള പ്രയാണമാണ്. തമസോമ ജ്യോതിർഗമയാന്ന് ഹിന്ദു വേദഗ്രന്ഥങ്ങൾ പറഞ്ഞ പോലെ ആ സത്യത്തിൻ്റെ വെളിച്ചത്തിലേക്ക്, ആ വെളിച്ചത്തിലേക്കുള്ള പ്രയാണം അത് നമ്മുടെ മനസ്സിലുണ്ടാവും. ആ ഒരു എൻലൈറ്റൻമെൻ്റ് ഉണ്ട്. അത് കണ്ണ് തുറക്കും ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും മുഴുവൻ വായിച്ചാൽ. അപ്പോൾ ആ സത്യം ഖുർആൻ വിരുദ്ധമായ ഹദീസുണ്ട്, നമ്മളത് തള്ളിക്കളയാന്നല്ലാതെ മുമ്പിൽ യാതൊരു നിർവാഹമില്ല പ്രിയമുള്ളവർ. അതാണ് അതിൻ്റെ സത്യം. പോയിഫായ ഒരുപാട് ഹദീസുകളുണ്ട്. അതിൻ്റെ പിന്നാലൊക്കെ ജൂതന്മാർ മുഴുവൻ നരകത്തിലാന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെയൊന്നും ശരിയല്ല. ഖുർആനല്ലേ ഇവിടെ പറയുന്നത്. പിന്നെ നമ്മൾ അങ്ങനെ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യണം. വമാ യഫ്അലു മിൻ ഖൈരിൻ ഫലൻ യക്ഫുർ വല്ലാഹു അലീമും ബിൽ മുത്തഖീൻ. അവരെന്ത് നന്മ ചെയ്താലും അതിൻ്റെ ഫലം അല്ലാഹ് അവർക്ക് ലഭിക്കാതിരിക്കൂല എന്ന് ഖുർആൻ. ഇതിൻ്റെ അപ്പുറത്ത് വേറെന്താ വേണ്ടത്? മുഹമ്മദ് നബിനെ അറിയാത്തൊരു മനുഷ്യൻ ഈ ദുനിയാവിൽ ഈ കാലത്തും 21st സെഞ്ച്വറിയിൽ ഒരാളുണ്ടെന്ന് വിചാരിക്കുക. അയാൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയില്ല, അറബ് ഒരു വാക്കും അറിയില്ല. പക്ഷേ അവരല്ലാഹുവിൽ വിശ്വസിക്കുന്ന യഥാർത്ഥ, അതായത് അള്ളാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറബ് വാക്ക് വരുമ്പോഴല്ലേ വിഷയം വരുന്നത്. അപ്പോൾ ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, അതിന് മുമ്പുള്ളവരൊക്കെ നരകത്തിലാന്ന് നമുക്ക് പറയേണ്ടി വരൂലേ? അള്ളാഹ് എന്നുള്ള വാക്ക് പോലും അറിയാത്തവർ. വല്ലാഹു അലീമും ബിൽ മുത്തഖീൻ, തഖ്വ ഉണ്ടാവുക എന്നുള്ള, ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുക. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ, നന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്ന, പരലോകം ആഗ്രഹിച്ച് അള്ളാഹുവിനെ ആഗ്രഹിച്ച് നല്ല നിയ്യത്തോടെ സൽക്കർമ്മം ചെയ്യുന്ന ഏത് മനുഷ്യനും അള്ളാഹു സ്വർഗം കൊടുക്കുന്ന. അള്ളാഹ് ഖുർആനിലെ ആയത്ത് പറഞ്ഞ നിങ്ങൾ ഇതിൻ്റെ തഫ്സീർ, ഏത് തഫ്സീർ, ഇബ്നു കസീറോ ഏത് തഫ്സീർ എടുത്ത് നോക്കൂ. വല്ലാഹു അലീമും ബിൽ മുത്തഖീൻ, അള്ളാഹു മുത്തഖികളെ പറ്റി കൃത്യമായ അറിവുള്ളവനാ, അവരുടെ പ്രവർത്തനങ്ങളെപ്പറ്റി. ഇന്നല്ലദീന കഫറൂ ലൻ തുഗ്നി അൻഹും അംവാലുഹും വലാ ഔലാദുഹും മിനല്ലാഹി ശൈആ വഉലൈക അസ്ഹാബുന്നാർ ഹും ഫീഹാ ഖാലിദൂൻ. എന്നാൽ കാഫിറുകളില്ലേ, അവരുടെ സമ്പത്തും സന്താനങ്ങളും ഒക്കെ ഉണ്ടായിട്ട് കാര്യമില്ല. അവരെത്ര കോടികളും ഡോളറുകളും വലിയ വലിയ സംവിധാനങ്ങളും സമ്പത്തും വീടും സൗകര്യങ്ങളും ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. നിഷേധികളില്ലേ, അള്ളാഹ് ഹിദായത്ത് കിട്ടിയിട്ടും സത്യവിശ്വാസിയായി ജീവിക്കാൻ അവസരം കിട്ടിയിട്ടും ഖുർആൻ എത്തിയിട്ടും അല്ലെങ്കിൽ ഇഞ്ചീൽ എത്തിയിട്ടും തൗറാത്ത് എത്തിയിട്ടും പ്രവാചകന്മാരുടെ വചനങ്ങളും എല്ലാം എത്തിയിട്ടും സത്യനിഷേധത്തിൽ ജീവിക്കുന്നവരില്ലേ, ഉലൈക അസ്ഹാബുന്നാർ, അവർ നരകാവകാശികളാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവർ കാലാകാലവും അതിൽ തന്നെയായിരിക്കും. മസലു മാ യുൻഫിഖൂന ഫീ ഹാദിഹിൽ ഹയാത്തിദ് ദുനിയാ കമസലി റീഹിൻ ഫീഹാ സിർറുൻ أصابت حرث قوم ظلموا أنفسهم فأهلكت. مثل ما ينفقون في هذه الحياة الدنيا. ഈ ദുനിയാവിൽ അവരുടെ ഒരു ഉപമയായിട്ടൊരു എക്സാമ്പിൾ പറയാം, ഒരു ഉപമ പറയാം. യുൻഫിഖൂന, അവരുടെ ചിലവാക്കുന്നവർ, കമസലി റീഹിൻ, ഒരു കഠിനമായ കൊടുങ്കാറ്റ് വരികയാണ്. ഫീഹാ സിർറുൻ അസാബത് ഹർസ ഖൗമിൻ ളലമു അൻഫുസഹും ഫഅഹ്ലകത്.
ഒരു കൃഷിയിടമുണ്ട്, ആ കൃഷിയിടത്തിലേക്ക് ഒരു വലിയ കാറ്റ് വന്ന് അവരുടെ നന്മക്ക അങ്ങ് നശിച്ചു പോവുകയാണെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? വമാ ളലമഹുമുല്ലാഹു വലാകിൻ അൻഫുസഹും യദ്ലിമൂൻ. ഞാൻ അള്ളാഹു അവരോട് ദ്രോഹമൊന്നും ചെയ്യണില്ല, അവർ തന്നെ അവരുടെ ജീവിതത്തെ നശിപ്പിക്കുക. കാഫിറുകളാവട്ടെ അവരുടെ നന്മയില്ലാതെ ആക്കിയിട്ട് അവർ സ്വന്തം കൃഷിയിടം നശിപ്പിക്കുന്ന പോലെ അങ്ങ് നശിപ്പിക്കുക. അള്ളാഹു ഒന്നും ചെയ്യണില്ല, യഥാർത്ഥത്തിൽ അവരെ തന്നെയാ ദുൽമിലാക്കണത്, അവരുടെ ജീവിതത്തെയാ. അതുകൊണ്ട് വിശ്വാസിനികളെ അള്ളാഹിൻ്റെ വഴിയിൽ ഒറ്റ ഉമ്മത്തായിട്ട് നിലനിൽക്കുക. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉമ്മത്തിന് ഖൈറാ. ഒരിക്കലും അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ പക്ഷപാതിത്വ നിലപാടുണ്ടാവരുത്. എന്താ വർഗീയത എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്, സ്വജന പക്ഷപാതമാ, സ്വന്തം ഭാഗത്തുള്ള ആളുകളുടെ തെറ്റിനെ ന്യായീകരിക്കല വർഗീയത എന്ന്. നമ്മുടെ സമൂഹത്തിൽ മുസ്ലിം സമുദായം ഒന്നടങ്കം ഒന്നിച്ചു നിൽക്കണം. ഒരേ കഅബ, ഒരേ ഖിബ്ല, ഒരേ ഖുർആൻ, ഒരേ അല്ലാഹു, ഒരേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർന്ന് നിൽക്കുക. ഒരു മതിൽക്കെട്ട് പോലെ ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ഒരിക്കലും അടിപിടി കൂടാൻ പോകല്ലേ സഹോദരന്മാരെ. അതിൻ്റെ പേരിൽ ഒരിക്കലും ഒരാളെയും താഴ്ത്തിക്കെട്ടാനും പോകണ്ട, പൊക്കിക്കെട്ടാനും പോകണ്ട. നമ്മളൊക്കെ ഒരുപോലെ ചീർപ്പിൻ്റെ പല്ല് പോലെ സമന്മാരായിട്ട് കാണണം. ആരും ആരെയും കാഫിറാക്കണ്ട. അവരെ സംഘടന അവർ പ്രവർത്തിച്ചോട്ടെ, നമ്മളും പ്രവർത്തിക്കുക. അവരുമായിട്ട് നമുക്ക് സഹകരിക്കാൻ പറ്റുന്ന മേഖലകളിലൊക്കെ സഹകരിക്കുക. നമുക്ക് പറ്റാത്തതിൽ നമ്മൾ മാറി നിൽക്കുക. നന്മ കണ്ടോ കൊടി നോക്കണ്ട, ജാതി നോക്കണ്ട, രാഷ്ട്രീയം നോക്കണ്ട, എല്ലാത്തിലും മുന്നിൽ നിന്നോളുക. അതിനൊക്കെ നമുക്ക് സഹകരണങ്ങളുമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഖൈർ ഉമ്മത്തായി ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ഖൈർ ഉമ്മത്താ ഉത്തമ സമുദായമാണ് നമ്മൾ. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരവാദിത്തത്തോടെ ജനങ്ങളിലേക്ക് ഇറങ്ങാനും നാട്ടുകാരും പ്രയാസപ്പെടുന്നവരെയും സഹായിക്കാനുമൊക്കെ നമുക്ക് നമ്മളാലാകുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. അള്ളാഹുവേ, ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമാക്കണേ, സിറാത്തുൽ മുസ്തഖീമിൻ്റെ വഴിയിൽ ഞങ്ങളെ ചേർക്കണേ അല്ലാ. ഖുർആൻ്റെ അഹ്ലുകാരാക്കണേ അല്ലാ. അള്ളാഹുവേ, സത്യദീനിനെ മനസ്സിലാക്കാനുള്ള ഇൽമു തരണേ അല്ലാ. യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. ലോകത്തെ കോടാനുകോടി ജനങ്ങളെ നാളെ സ്വർഗത്തിലേക്ക് നീ ആനയിക്കുമ്പോൾ അള്ളാഹുവേ, അബിയല്ലായിട്ടുള്ള ഈ പ്രകാശിക്കുന്ന മുഖങ്ങളുമായി നിന്നെ കണ്ടുമുട്ടുന്ന, നിന്റെ സംസാരം കേൾക്കാൻ പറ്റുന്ന നിന്റെ ഇഷ്ടക്കാരായ റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് പറഞ്ഞ് തൃപ്തിയോടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ അമലുകൾ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാ. ഖുർആൻ പഠിക്കാൻ മനസ്സ് തരണേ അല്ലാ. അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പാലിക്കാനും തൗഫീഖ് ചെയ്യണേ അല്ലാ. ഇൽമിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. ജീവിതത്തിൽ നന്മയിൽ മുന്നേറാനുള്ള തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, കുടുംബത്തെ അനുഗ്രഹിക്കണേ, മാതാപിതാക്കളെ അനുഗ്രഹിക്കണേ. അവരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ മരണം വരെ പരിപാലിക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ദുആ സ്വീകരിക്കണേ അല്ലാ. 5 നേരം യാതൊരു മടിയുമില്ലാതെ നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ തൗഫീഖ് ചെയ്യല്ലാ. അല്ലാഹുവേ, ദീനിയായി ഈമാനോടെ ജീവിക്കാൻ തൗഫീഖ് ചെയ്യല്ലാ. അല്ലാഹുവേ, രക്തബന്ധുക്കളെ, കുടുംബ ബന്ധുക്കളെ, മക്കളെ സ്വാലിഹാത്തുകളാക്കണേ, സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളെയൊക്കെ റഹ്മത്തിലും ബർക്കത്തിലുമാക്കി സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, വഹിക്കാനാവാത്ത പരീക്ഷണങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിക്കല്ലേ അല്ലാ. മരുന്നില്ലാത്ത രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ റബ്ബനാ അജർനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സഗീറാ. അല്ലാഹുമ്മ റബ്ബി സിദ്നാ ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ ഹലാലൻ طيبا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا يا رب العالمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.